ഹലോ മക്കളെ, ഓൾട്ടർനേറ്റീവ് കറണ്ട് പാർട്ട് 9 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത് ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ട്രാൻസ്ഫോമേഴ്സ്. ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു സോഫ്റ്റ് അയൺ കോർ കാണും. കണ്ടോ, ഇത് സോഫ്റ്റ് അയൺ കോറാണ്. ഈ അയണിനകത്താണെങ്കിൽ രണ്ട് തരം വൈൻഡിങ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഒരു കമ്പി ഇങ്ങനെ ചുറ്റിയെടുത്തിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കോയിൽ. ഇവിടെ ഇങ്ങനെ കമ്പി ചുറ്റിയെടുത്തിരിക്കും. ഇതാണ് സെക്കൻഡറി കോയിൽ. സോ സോഫ്റ്റ് അയൺ ആണിത്. എന്താണ് സോഫ്റ്റ് അയൺ കോർ? ഇത് സോഫ്റ്റ് അയൺ കോറിലാണെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രൈമറി കോയിലുണ്ട്, എന്തുണ്ട് സെക്കൻഡറി കോയിലുണ്ട്. സോ പ്രൈമറി കോയിൽ നമ്മൾ എന്ത് ചെയ്യും? എ സി കൊടുക്കുക. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൈമറി കോയിൽ നമ്മൾ എന്ത് ചെയ്യും? എ സി കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യും? എ സി കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് പ്രൈമറി കോയിലാണെങ്കിൽ ഇതൊരു സോളിനോയിഡ് ആണ്. അതിലൂടെ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ശരിയാണോ? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ സോഫ്റ്റ് അയണിന്റെ അകത്തൂടെ കടന്നു പോകും. കാര്യം സോഫ്റ്റ് അയണിന്റെ ആണെങ്കിൽ പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്, റിലേറ്റീവ് പെർമിയബിലിറ്റി വളരെ കൂടുതലാണ്, ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് നന്നായിട്ട് മാഗ്നറ്റിക് ഫീൽഡ്സിനെ നന്നായിട്ട് കണ്ടക്ട് ചെയ്യും. ഈ മാഗ്നറ്റിക് ഫീൽഡ്സ് എവിടെ വന്ന് മുറിക്കും? ആ സെക്കൻഡറി കോയിൽ വന്ന് മുറിക്കും. മാഗ്നറ്റിക് ഫീൽഡ്സ് മുറിച്ചാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്സ് പെർപ്പൻഡിക്കുലറായിട്ട് പോവുകയാണ്. എത്ര നമ്പർ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ് പെർപ്പൻഡിക്കുലറായിട്ട് പോകുന്നത്? അതിന്റെ ഫലമായിട്ട് ഇവിടെ എന്തുണ്ടാവും? ഫ്ലക്സ് ഉണ്ടാവും. സോ സെക്കൻഡറി കോയിൽ എന്തുണ്ടാവും മക്കളെ? ഫ്ലക്സ് ഉണ്ടാവും. സോ പ്രൈമറി കോയിലെ വോൾട്ടേജ് ഞാൻ എ സി വോൾട്ടേജ് കൊടുത്തതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ കറണ്ട് കൊടുത്തതിന്റെ ഫലമായിട്ട് പ്രൈമറി കോയിൽ കറണ്ട് കൊടുത്തതിന്റെ ഫലമായിട്ട് ഇത് എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ഷന്റെ ഫലമായി സെക്കൻഡറി കോയിൽ ഇതിന്റെ ഫലമായി മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ആണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ മ്യൂച്വൽ ഇൻഡക്ഷനിലാണെങ്കിൽ നമുക്ക് അറിയാം, രണ്ട് കോയിലുണ്ട്. പ്രൈമറി കോയിലിലെ ചേഞ്ച് ഇൻ കറണ്ടിന്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. സെക്കൻഡറി കോയിൽ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. ശരിയാണോ? സോ പ്രൈമറി കോയിലിലെ ചേഞ്ച് ഇൻ കറണ്ടിന്റെ ഫലമായിട്ട് സെക്കൻഡറി കോയിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. അവിടെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, അവിടെയാണെങ്കിൽ കറണ്ട് ഉണ്ടാവും. ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരെന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന ഈ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ്. ഓക്കെ ആണോ? സോ ഇവിടെ ശ്രദ്ധിക്കണം, ട്രാൻസ്ഫോമറിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എ സിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഇവിടെ ചേഞ്ച് ഇൻ കറണ്ട് കൊടുക്കാൻ കഴിയുള്ളൂ. സോ കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇവിടെയാണെങ്കിൽ ഒരു ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ മാത്രമേ ആര് ചേഞ്ച് ചെയ്യുകയുള്ളൂ? ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുകയുള്ളൂ. ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ആരുണ്ടാവുകയുള്ളൂ? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുകയുള്ളൂ. ഇൻഡ്യൂസ് EMF ഉണ്ടായാൽ മാത്രമേ ഇവിടെ എന്തുണ്ടാവുകയുള്ളൂ? കറണ്ട് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായോ? സോ പ്രൈമറി കോയിലിലെ ചേഞ്ച് ഇൻ കറണ്ട് മൂലം ഇവിടെ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയും ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ഇൻ ഫ്ലക്സിനെ ഉണ്ടാക്കുകയും ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇൻഡ്യൂസ്ഡ് EMFനെ പ്രൊഡ്യൂസ് ചെയ്യുകയും ഇൻഡ്യൂസ്ഡ് EMF ആണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ ഉണ്ടാക്കുകയും ചെയ്യും. അതായത് പ്രൈമറി കോയിൽ എ സി കൊടുത്താൽ സെക്കൻഡറി കോയിൽ എ സി ഉണ്ടാകും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്താണ്. ഓക്കെ ആണോ? ഇതാണ് ട്രാൻസ്ഫോമറിനെ പറ്റിയുള്ള എങ്ങനെ വർക്ക് ചെയ്യുന്നു, വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇപ്പോൾ ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. പ്രൈമറി കോയിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? എ സി വോൾട്ടേജ് കൊടുക്കണം. അതിന്റെ ഫലമായിട്ട് പ്രൈമറി കോയിലിലെ കറണ്ടിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്താൽ ആര് ചേഞ്ച് ചെയ്യും? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാകും. ശരിയാണോ? നോക്കുന്നത് ഓരോന്നും നോക്കാം. ഇവിടുത്തെ ആണെങ്കിൽ നോക്കടാ, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞേ B which is equal to mu0 Ni. സോ പ്രൈമറി കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് മാറും. പ്രൈമറി കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഫ്ലക്സ് പറഞ്ഞേ സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് പറഞ്ഞേ സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ് കണ്ടോ? സെക്കൻഡറി കോയിലാണ് ഫ്ലക്സ് ഉണ്ടാവുന്നത്. ഫ്ലക്സ് പറഞ്ഞേ നമ്മുടെ സെക്കൻഡറി കോയിലെ ഫ്ലക്സ് വിച്ച് ഈസ് ഈക്വൽ ടു N, നമ്പർ ഓഫ് ടേൺസ് N ആണ്, NBA. സോ ഇവിടെ പ്രൈമറി കോയിലെ B ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആര് ചേഞ്ച് ചെയ്താൽ B ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി കോയിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യും. നമുക്കറിയാം സെക്കൻഡറി കോയിലെ ഫ്ലക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടെങ്കിൽ സെക്കൻഡറി കോയിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടെങ്കിൽ ഉറപ്പായും എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻഡ്യൂസ്ഡ് EMF ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്.
സോ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടെങ്കിൽ ഉറപ്പായി എന്ത് ചെയ്യും മക്കളെ? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഓക്കെ ആണോ? സോ ആര് ചേഞ്ച് ചെയ്തതനുസരിച്ച്, പ്രൈമറി കോയിലെ കറണ്ട് ചേഞ്ച് ചെയ്തതനുസരിച്ച് സെക്കൻഡറി കോയിൽ ഉറപ്പായി എന്ത് ചെയ്യും? ആ ഒരു ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഉണ്ടാകും, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാകും. ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമർ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായോ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. ശരി, ഇനി നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നോക്കാം. നോക്കിയില്ലേ മക്കളെ? ശ്രദ്ധിച്ചിരിക്കടാ. ഒരു ട്രാൻസ്ഫോമർ വരച്ചു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമറിൽ ഞാൻ നേരത്തെ പറഞ്ഞു പ്രൈമറി കോയിലുമുണ്ട്, സെക്കൻഡറി കോയിലുമുണ്ട്. പ്രൈമറി കോയിൽ എന്തെഴുതിയാലും ഞാൻ 1 എന്ന് സൂചിപ്പിക്കും, സെക്കൻഡറി കോയിലെ ആൾക്കാർ ഞാൻ 2 എന്ന് സൂചിപ്പിക്കും. ഓക്കെ ആണോ? ഇത് സെക്കൻഡറി കോയിൽ. അപ്പോൾ V1 എന്തായിരിക്കും? പ്രൈമറി കോയിലിലെ വോൾട്ടേജ്. V2 എന്തായിരിക്കും? സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ്. I1 എന്തായിരിക്കും? പ്രൈമറി കോയിലിലെ കറണ്ട്. I2 എന്തായിരിക്കും? സെക്കൻഡറി കോയിലിലെ കറണ്ട്. Φ1 എന്തായിരിക്കും? പ്രൈമറി കോയിലിലെ ഫ്ലക്സ്. ഉണ്ടോ? പ്രൈമറി കോയിൽ ഫ്ലക്സ് ഉണ്ടെങ്കിൽ പ്രൈമറി കോയിലിലെ ഫ്ലക്സ്. Φ2 എന്തായിരിക്കും? സെക്കൻഡറി കോയിലിലെ ഫ്ലക്സ്. N1 എന്തായിരിക്കും? പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്. N2 എന്തായിരിക്കും? സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്. മനസ്സിലായോ? ഇപ്പം പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും നമ്മൾ ഇങ്ങനെ 1ഉം 2 ഇട്ടാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം ഒരു ട്രാൻസ്ഫോമറിന്റെ ബേസിക് പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. അവിടെയാണെങ്കിൽ നമ്മൾ ഇവിടെയാണെങ്കിൽ വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കറണ്ട് കൊടുക്കുന്നതനുസരിച്ച് ഇവിടെ എന്തുണ്ടാവും? EMF ഉണ്ടാവും. സോ V കൂടുന്നതനുസരിച്ച് ഫ്ലക്സ് കൂടും, അല്ലെങ്കിൽ ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് അങ്ങനെ തന്നെ പറയാം, തിരിച്ചു പറയാം. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ്. നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ഫ്ലക്സ് കൂടും, ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കൂടും, വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് കുറയും. വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് കറണ്ട് കുറയും. കാര്യം എന്താണ്? ഒരു ട്രാൻസ്ഫോമർ ഐഡിയൽ ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ ട്രാൻസ്ഫോമറിനെ ഐഡിയൽ കേസിൽ എടുത്തു കഴിഞ്ഞാൽ നോക്കൂ മക്കളെ, ഇനിയാണെങ്കിൽ ഇവിടുത്തെ പവർ എത്രയായിരിക്കും? P1 പവർ 1 V1 ഇൻറ്റു I1 ആണ്. ഇവിടുത്തെ പവർ എന്താണ്? P2 വിച്ച് ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു I2 ആണ്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ട്രാൻസ്ഫോമർ ഒന്നും ഇല്ല കേട്ടോ. ഐഡിയൽ ട്രാൻസ്ഫോമറിൽ P1ന്റെ വാല്യൂ ആർക്ക് ഈക്വൽ ആയിരിക്കും എന്ന് അറിയാമോ? P2ന് ഈക്വൽ ആയിരിക്കും. P1 വിച്ച് ഈസ് ഈക്വൽ ടു P2 ഫോർ ആരാണ്? ഫോർ ഐഡിയൽ ട്രാൻസ്ഫോമർ. സോ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ പവറിന്റെ വാല്യൂ എന്തായിരിക്കും? ഇൻപുട്ടിലെ പവർ ആർക്ക് ഈക്വൽ ആയിരിക്കും? ഔട്ട്പുട്ടിലെ പവറിന് ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെ പവർ ലോസ് ഉണ്ടാകുന്നുണ്ടോ? നോ പവർ ലോസ്. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൽ പവർ ലോസ് ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെയെങ്കിൽ ഇൻപുട്ടിൽ നിങ്ങൾ എത്ര പവറാണോ കൊടുത്തത് അതേ പവർ എന്ത് ചെയ്യും? ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ ആണോ? സോ അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായി PV എന്ന് പറയുന്നത് VI എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ VIയും ഇവിടുത്തെ VI ഈക്വൽ ആണ്. സോ VI വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. VI ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് ഇതിവിടെ കൊണ്ടുവന്ന് V ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? നമുക്ക് I എന്ന് കിട്ടും. സോ വോൾട്ടേജ് കൂടുമ്പോൾ ആര് കുറയണം? കറണ്ട് കുറയണം. വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ റിലേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകും. ഒരു ട്രാൻസ്ഫോമറിലാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ഫ്ലക്സ് കൂടും, ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കൂടും. പക്ഷെ വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ആര് കുറയും? കറണ്ട് കുറയും. ഇതാണ് ഒരു ട്രാൻസ്ഫോമറിന്റെ റിലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമർ റിലേഷൻ ആര് കൂടുന്നതനുസരിച്ച്? നമ്പർ ഓഫ് ടേൺസ് കൂടുന്നതനുസരിച്ച് ഫ്ലക്സ് കൂടും, ഫ്ലക്സ് കൂടുന്നതനുസരിച്ച് വോൾട്ടേജ് കൂടും. പക്ഷെ വോൾട്ടേജ് കൂടുമ്പോൾ ആര് കുറയും? കറണ്ട് കുറയും. നമ്മൾ നേരത്തെ കേട്ടതാണ്, വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. കാര്യം പവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കണക്കുകളാണ് ചെയ്യുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? ഐഡിയൽ ട്രാൻസ്ഫോമർ ഇട്ടായിരിക്കും ചെയ്യുന്നത്. നമുക്ക് ആക്ച്വൽ ട്രാൻസ്ഫോമർ പറ്റി പഠിക്കാനുണ്ട്, പവർ ലോസിനെ പറ്റി പഠിക്കാനുമുണ്ട്. നോക്കാം. അങ്ങനെ പറഞ്ഞാൽ റേഷ്യോ ഫോമാറ്റി പറഞ്ഞു തന്നേ. N1 ഡിവൈഡ് ബൈ N2 പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും ആണ് കേട്ടോ. വിച്ച് ഈസ് ഈക്വൽ ടു Φ1 ഡിവൈഡ് ബൈ Φ2 വിച്ച് ഈസ് ഈക്വൽ ടു V1 ബൈ V2. ഇതെങ്ങനെ പറയണം? I വരുമ്പോൾ തിരിച്ചു പറയണം. I2 ഡിവൈഡ് ബൈ I1 എന്ന് പറയണം.
ഇതാണ് ട്രാൻസ്ഫോമർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് ട്രാൻസ്ഫോമറിൻ്റെ റിലേഷനാണ്, ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനാണ്. സിമ്പിളായിട്ട് ഇത് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏത് ആൻസറും കിട്ടും. നമ്പർ ഓഫ് ഫ്രണ്ട്സ് കണ്ടുപിടിക്കാം, വോൾട്ടേജ് കണ്ടുപിടിക്കാം, കറണ്ട് കണ്ടുപിടിക്കാം, അങ്ങനെ എന്തും കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ ആണോ മക്കളെ? സിമ്പിൾ അല്ലേടാ? സോ സിമ്പിൾ. ശരി, അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമറിനെ പറ്റി പറയാൻ പോകണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. ട്രാൻസ്ഫോമർ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഇഷ്ടംപോലെ ടൈപ്പിൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? രണ്ട് ടൈപ്പ് ഉണ്ട്. ഉണ്ടോ? പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്, മറ്റൊന്ന് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ട്. സോ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? അതിൻ്റെ പ്രത്യേകത എന്താണ്? നമുക്ക് നോക്കാം. സ്റ്റെപ്പ് അപ്പ് നോക്കാം മക്കളെ. സ്റ്റെപ്പ് അപ്പ്, ഞാൻ ട്രാൻസ്ഫോമർ വരയ്ക്കാൻ പോവാണ്. ഇവിടെ നമുക്ക് പ്രൈമറി കോയിലുണ്ട്. ഇവിടെ എന്തുണ്ട്? സെക്കൻഡറി കോയിലുണ്ട്. ഓക്കെ, ഇനി നോക്ക്. ഇവിടെ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജിനേക്കാളും വലുതായിരിക്കണം ഇവിടുത്തെ വോൾട്ടേജ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റെപ്പ് അപ്പ്, ഉയർത്തുക. സോ വോൾട്ടേജ് ഉയർത്തുക, മനസ്സിലായോ? അപ്പോൾ വോൾട്ടേജ് ഉയർത്തുന്നത് നമുക്കറിയാം. ട്രാൻസ്ഫോമർ ഇക്വേഷൻ പറഞ്ഞു തന്നേ. N proportional to അല്ലെങ്കിൽ phi proportional to N proportional to V is inversely proportional to I. അപ്പോൾ ഇവിടെ ആരെ ഉയർത്തണം? വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യണം. സോ ഇവിടെ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ആരെ കൂട്ടണം? നമ്പർ ഓഫ് ടേൺസിനെ കൂട്ടണം. അപ്പോൾ ഇവിടെ ആര് കൂടുതലായിരിക്കും? സെക്കൻഡറി കോയിൽ ആര് കൂടുതലായിരിക്കണം? നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിരിക്കണം. സോ ഇവിടെ അപേക്ഷിച്ച് പ്രൈമറി കോയിലിൽ നമ്പർ ഓഫ് ടേൺസ് കുറവാണ്, സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലാണ്. പ്രൈമറി കോയിലിലെ ഫ്ലെക്സ് കുറവായിരിക്കും, ശരിയല്ലേ? പ്രൈമറി കോയിലിലെ ഫ്ലെക്സ് കുറവായിരിക്കും, സെക്കൻഡറി കോയിലിലെ ഫ്ലെക്സ് കൂടുതലായിരിക്കും. ഓക്കെ ആണോ? പ്രൈമറി കോയിലിലെ കറണ്ട് നോക്ക്. ഇവിടെ കറണ്ട് തിരിച്ചാ പറയേണ്ടത്. പ്രൈമറി കോയിലിലെ കറണ്ട് വലുതായിരിക്കും, സെക്കൻഡറി കോയിലിലെ കറണ്ട് ചെറുതായിരിക്കും. പ്രൈമറി കോയിലിലെ വോൾട്ടേജ് ഇവിടെ ചെറുതായിരിക്കണം. അതാണ് സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത്. വോൾട്ടേജ് ഇവിടെ ചെറുതായിരിക്കും, സെക്കൻഡറി കോയിലിൽ വോൾട്ടേജ് വലുതായിരിക്കും. ശരിയാണോ? അങ്ങനെ കറണ്ട് കുറവാണെങ്കിൽ ചെറിയ തിക്നെസ് വെച്ചാൽ മതി. ഇവിടെ കറണ്ട് കുറവാണ്. സോ കറണ്ട് കുറവാണെങ്കിൽ കോയിലിൻ്റെ തിക്നെസ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇവിടെയാണെങ്കിലോ ഈ കോയിലിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ വയറിൻ്റെ തിക്നെസ് കൂടുതലായിരിക്കും. മനസ്സിലായോ മക്കളെ? സ്റ്റെപ്പ് അപ്പിൻ്റെ കാര്യം മനസ്സിലായോടാ? സിമ്പിൾ അല്ലേ? സോ സിമ്പിൾ. അടുത്ത അതുപോലെ ഇവിടെ പറഞ്ഞു തന്നേ. സ്റ്റെപ്പ് ഡൗൺ പറഞ്ഞു തന്നേ. സ്റ്റെപ്പ് ഡൗൺ ഇതുപോലെ ഇവിടെയും പറയാലോ. സ്റ്റെപ്പ് ഡൗൺ പറഞ്ഞു തന്നേ മക്കളെ. ഒരു ട്രാൻസ്ഫോമർ ഉണ്ടടാ. ഇവിടെ എന്തൊക്കെ ഉണ്ട്? പ്രൈമറി കോയിലുണ്ട്. ഇവിടെ എന്തുണ്ട്? സെക്കൻഡറി കോയിലുണ്ട്. പറഞ്ഞേ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് എന്ത് ചെയ്യണം? കുറയണം. ഇവിടെ ഉണ്ടോ? സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്ത് ചെയ്യണം? കുറയണം. സോ വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ പറഞ്ഞു തന്നേ. വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇവിടെ കൂടുതലായിരിക്കും, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് ഇതായിരിക്കും കുറവായിരിക്കും. ഇവിടെ ഫ്ലെക്സ് കുറയ്ക്കണം. വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ ഫ്ലെക്സ് കുറവായിരിക്കും, ഇവിടെ ഫ്ലെക്സ് കൂടുതലായിരിക്കും. ഇവിടെ വോൾട്ടേജ് കുറവാണ്, ഇവിടെ വോൾട്ടേജ് കൂടുതലാണ്. സോ വോൾട്ടേജ് കൂടുതലാണെങ്കിൽ കറണ്ട് കുറവായിരിക്കും, വോൾട്ടേജ് കുറവാണെങ്കിൽ കറണ്ട് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലാണെങ്കിൽ തിക്നെസ് കൂടുതലായിരിക്കും. കറണ്ട് കൂടുതലെങ്കിൽ തിക്നെസ് കൂടുതലായിരിക്കും. ഇവിടെ തിക്നെസ് കുറവായിരിക്കും. കറണ്ട് കുറവാണെങ്കിൽ തിക്നെസ് കുറവായിരിക്കും. മനസ്സിലായ മക്കളെ? സോ നമ്മൾ ഈ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ബേസിക് ലോജിക് ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും തമ്മിലുള്ള ഡിഫറൻസ് പറയാൻ കഴിയും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ മക്കളെ? സോ സിമ്പിൾ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ എല്ലാം ഐഡിയൽ ട്രാൻസ്ഫോമറിനെ പറ്റിയാണ്. അത് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇവിടെ പവർ ലോസ് ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. പ്രൈമറി കോയിൽ കൊടുക്കുന്ന അത്രയും പവർ തന്നെ എവിടെ ഡെലിവർ ആവുന്നുണ്ട്? സെക്കൻഡറി കോയിലിൽ ഡെലിവർ ആവുന്നുണ്ട്.
നമ്മൾ സാധാരണ ഒരു ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായും അതിൽ പവർ ലോസുകൾ ഉണ്ടായിരിക്കും. അതായത് പ്രൈമറി കോയിൽ കൊടുക്കുന്ന അത്രയും പവർ ഇവിടെ എത്തിച്ചേരുകയില്ല, സെക്കൻഡറി കോയിലിൽ എത്തിച്ചേരുകയില്ല. സോ നമുക്ക് നോക്കാൻ പോവുകയാണ് ട്രാൻസ്ഫോമറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പവർ ലോസുകൾ എന്തൊക്കെയാണ്. പവർ ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ. നോക്കൂ മക്കളെ, പവർ ലോസ് ആണ്. ഒരു ലോസ് കേൾക്കാം. ഒന്ന് കോപ്പർ ലോസ്, അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട് ഹീറ്റ് ലോസ്. ഹീറ്റ് ലോസ്. ഇതിന് കാരണം ഡ്യൂ ടു റെസിസ്റ്റൻസ്. കണ്ടോ, കോയിലാണെങ്കിൽ എന്തുണ്ട് മക്കളെ, ഈ കോയിലാണെങ്കിൽ പ്രൈമറി കോയിലിലും സെക്കൻഡറി കോയിലൊക്കെ എന്തുണ്ട്, റെസിസ്റ്റൻസ് ഉണ്ട്. കോയിലിന് റെസിസ്റ്റൻസ് ഉണ്ട്. റെസിസ്റ്റൻസിന്റെ ഫലമായിട്ട് ഉറപ്പായും എന്ത് ചെയ്യും, ഹീറ്റ് ലോസ് ഉണ്ടാവും. പ്രൈമറി കോയിലെയും സെക്കൻഡറി കോയിലെയും റെസിസ്റ്റൻസിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ആ ഹീറ്റ് ലോസ് ഉണ്ടാവും. കാരണം എന്താണ്, ഹീറ്റ് വിച്ച് ഈസ് ഈക്വൽ നമുക്കറിയാം I² RT ആണെന്നറിയാം. സോ അതിന്റെ ഫലമായിട്ട് R കൂടുന്നതിന്റെ ഫലമായിട്ട് ഹീറ്റ് ലോസ് കൂടുതലായിരിക്കും. അപ്പോൾ ഹീറ്റ് ലോസ് എങ്ങനെ കുറയ്ക്കുന്നത്, എങ്ങനെയാ, അതിന്റെ റെമഡി എന്താണ്, പരിഹാര മാർഗം എന്താണ്, റെഡ്യൂസ് യൂസിങ് ലോ റെസിസ്റ്റൻസ് കോപ്പർ വയർ. സോ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറവുള്ള കോപ്പർ വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറവ് കിട്ടും, ഹീറ്റ് ലോസ് കുറവ് കിട്ടും. മനസ്സിലായോ? അപ്പം എന്താണ് ഹീറ്റ് ലോസ്? ഒന്നാമത്തെ ലോസ് ആണ് ഹീറ്റ് ലോസ് അല്ലെങ്കിൽ കോപ്പർ ലോസ്. രണ്ടാമത്തെ ലോസ് ആണ് ഹിസ്റ്റെറിസിസ് ലോസ്. ഹിസ്റ്റെറിസിസ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് അയൺ കോർ ആണ്. അതിലൂടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോവുകയാണ്. ഒരു സോഫ്റ്റ് അയണിലൂടെ ആണെങ്കിൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് കടന്നു പോകുമ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡ് മറ്റുള്ള വസ്തുക്കളെ കാന്തമാക്കാൻ ശേഷിയുള്ള ഫീൽഡാണ് ഇതെന്ന് പറയുന്നത്. അപ്പം അത്തരം ഫീൽഡ് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് സോഫ്റ്റ് അയൺ കോർ എന്തായിട്ട് മാറും, മാഗ്നറ്റ് ആയിട്ട് മാറും. ഇവിടെയാണെങ്കിൽ AC ആണ് കൊടുക്കുന്നത്. AC കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും, ആദ്യമേ ഇവിടുത്തെ ഡൈപോളുകളെല്ലാം, സോഫ്റ്റ് അയണിലെ ഡൈപോളുകളെല്ലാം ഒരേ ഡയറക്ഷൻ അലൈൻ ചെയ്യും. പിന്നീട് അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അലൈൻ ചെയ്യും. കാര്യം AC ആണ്, അത് സമയത്തിനനുസരിച്ച് ദിശ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോഫ്റ്റ് അയൺ കോറും കാന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എന്ത് ചെയ്യും, സോഫ്റ്റ് അയൺ കോറിലെയും ആണെങ്കിൽ ഡൈപോളുകൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിക്കും. കാര്യം എന്താണ്, ആദ്യമേ അങ്ങോട്ട് കറണ്ട് പോയി, പിന്നെ കറണ്ട് ഇങ്ങോട്ട് വന്നു. AC സൈക്ലിക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ സൈക്ലിക് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് കാന്തമാവാൻ പറയും, അങ്ങോട്ട് ആ ദിശയിൽ കാന്തമാവും, പിന്നെ പറയും ഇങ്ങോട്ട് കാന്തമാവാൻ പറയും, ഈ ദിശയിൽ കാന്തമാവും. സോ അങ്ങനെ മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ധാരാളം ഹീറ്റ് ഉണ്ടാവും. ഇത്തരം ലോസിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഹിസ്റ്റെറിസിസ് ലോസ്. സോ ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ, നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സോഫ്റ്റ് അയൺ കോറിലൂടെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് സോഫ്റ്റ് അയൺ കോർ മാഗ്നറ്റൈസ്ഡ് ആവും. അതുപോലെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ മാറുന്നതനുസരിച്ച് അത് ഡീമാഗ്നറ്റൈസ് ആകുകയും ചെയ്യും. ഇങ്ങനെ സൈക്ലിക് മാഗ്നറ്റൈസേഷനും ഡീമാഗ്നറ്റൈസേഷനും വിധേയമാകുന്നതുകൊണ്ട് ധാരാളം ഹീറ്റ് എനർജി എന്ത് ചെയ്യും, ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരം ലോസിനെ വിളിക്കുന്ന പേരാണ്, പ്രൈമറിയിൽ കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്ന പവർ കുറച്ച് ഭാഗം എന്ത് ചെയ്യും, ലോസ് ആയി പോവും. അത്തരം ലോസിനെ വിളിക്കുന്ന പേരാണ് ഹിസ്റ്റെറിസിസ് ലോസ്. എനർജി എന്ത് ചെയ്യും, വേസ്റ്റ് ആവും ഡ്യൂ ടു റിപ്പീറ്റഡ് മാഗ്നറ്റൈസേഷൻ ആൻഡ് ഡീമാഗ്നറ്റൈസേഷൻ ഓഫ് സോഫ്റ്റ് അയൺ കോർ. സോ അയൺ കോറിന്റെ ആണെങ്കിൽ സൈക്ലിക് ആയിട്ടുള്ള മാഗ്നറ്റൈസേഷന്റെയും ഡീമാഗ്നറ്റൈസേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ധാരാളം ഹീറ്റ് എനർജി വേസ്റ്റ് ആയി പോകും. ഇത് എങ്ങനെയാണ് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ കഴിയുന്നത്? ഇത് നള്ളിഫൈ ചെയ്യാൻ കഴിയുന്നത് മിനിമൈസ്ഡ് ബൈ യൂസിങ് സോഫ്റ്റ് അയൺ. ഈ അയണിന് പകരം എന്ത് ഉപയോഗിക്കണം, സോഫ്റ്റ് അയൺ ഓർ സിലിക്കോൺ സ്റ്റീൽ ഉപയോഗിക്കണം. അതിന്റെയൊക്കെ ഹിസ്റ്റെറിസിസ് ലോസ് എന്തായിരിക്കും, കുറവായിരിക്കും. ഓക്കെ ആണോ? സോ അയണിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സോഫ്റ്റ് അയൺ ആണ്, അത് ഉപയോഗിക്കുക. ഓക്കെ, അടുത്തത് എഡി കറണ്ട് ലോസ്. അടുത്തത് എന്താണ്, എഡി കറണ്ട് ലോസ്. നമുക്ക് നോക്കാം എഡി കറണ്ട് എന്താണ് എഡി കറണ്ട് എന്ന് പറയുന്നത്, ഒരു ലാർജ് സർഫസിലൂടെ വെരി മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോവുകയാണ്. ഇതൊരു വലിയ സർഫസ് ആണ്. ഈ സർഫസിലൂടെ ആര് കടന്നു പോവുകയാണ്, വെരി മാഗ്നറ്റിക് ഫീൽഡ്, സമയത്തിനനുസരിച്ച് ദിശ മാറുന്ന മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഈ മാഗ്നറ്റിക് ഫീൽഡ് മൂലമാണെങ്കിൽ, വെരി മാഗ്നറ്റിക് ഫീൽഡ് മൂലമാണെങ്കിൽ ഉറപ്പായും ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ, ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെ കിടന്ന് കറങ്ങും, ഇങ്ങനെ ലൂപ്പുകളായി കിടന്ന് കറങ്ങും. ഈ കറണ്ട് ചെയ്യും, ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എഡി കറണ്ട്. ഇത് വിളിക്കും എഡി കറണ്ട്. സോ എന്താണ് എഡി കറണ്ട് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചതാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വളരെ വിശദമായിട്ട് ഒരു വീഡിയോ കംപ്ലീറ്റ് നമ്മൾ എന്ത് എഡി കറണ്ടിനെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ആ വീഡിയോ പോയി കാണുക, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കാണുക. ഇവിടെയാണെങ്കിൽ എഡി കറണ്ട് എന്താണ്, ഒരു വലിയ സർഫസിലൂടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോവുകയാണ്. സോ ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ എന്ത് ചെയ്യും മക്കളെ, ഈ ഒരു സർഫസിലൂടെ വലിയ സർഫസിലൂടെ ആര് കടന്നു പോകും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകും.
മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഉറപ്പായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ ലാർജ് സർഫസിലൂടെ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് അത് ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്, അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. സമയത്തിനനുസരിച്ച് ദിശ മാറിക്കൊണ്ടിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണെങ്കിൽ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഇവിടെ നിന്നുണ്ടാവും ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാകും. ആ EMF എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ കറണ്ട് ഇങ്ങനെ കടന്ന് ക്ലോസ്ഡ് ലൂപ്പിൽ കടന്ന് ക്ലോസ്ഡ് ലൂപ്പായിട്ട് കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കറണ്ട് ധാരാളം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത്തരം കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എഡി കറണ്ട്. ഇതെങ്ങനെ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഡി കറണ്ടിനെ അവോയ്ഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഈ കട്ട് ചെയ്യണം അല്ലേ? വലിയ സർഫസിനെ എന്ത് ചെയ്യണം? ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് ഒരു നോൺ കണ്ടക്ടർ വെച്ചിട്ട് ഇൻസുലേറ്റർ വെച്ച് ഒട്ടിച്ച് വെക്കണം. അതൊരു പശ വെച്ച് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ഇൻസുലേറ്റർ ആയതുകൊണ്ട്, ഈ പശ ഇൻസുലേറ്റർ ആയതുകൊണ്ട് കറണ്ട് ഇവിടെ നിന്ന് എങ്ങോട്ട് ഒഴുകി പോകത്തില്ല, അപ്പുറത്തെ പ്ലേറ്റിലേക്ക് ഒഴുകി പോകുമോ? ഇല്ല. കാരണം എന്താണ്? ഇടയ്ക്ക് എന്തുണ്ട്? ഇൻസുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇത്തരം രീതിയിൽ വിളിക്കുന്ന പേരാണ് ലാമിനേഷൻ എന്ന് പറയും. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ലാമിനേഷൻ. നമുക്ക് നോക്കാം എന്താണ് എഡി കറണ്ട് ലോസ്. നോക്കിയിരി മക്കളെ, എഡി കറണ്ട് ലോസ്. ഇൻഡ്യൂസ്ഡ് കറണ്ട്സ് സർക്കുലേറ്റ് ഇൻസൈഡ് ദ കോർ. കണ്ടോ? എന്ത് ചെയ്യും? കോറിന്റെ അകത്താണെങ്കിൽ എന്ത് ചെയ്യും? ക്ലോസ്ഡ് ലൂപ്പായിട്ട് കിടന്ന് എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ടുകൾ കിടന്ന് കറങ്ങും. മനസ്സിലായോ? വേരി മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ഈ കോറിന്റെ അകത്താണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ കിടന്ന് സൈക്ലിക് ആയിട്ട് കിടന്ന് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പിൽ കിടന്ന് കറണ്ട് കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? എഡി കറണ്ട്. അതെന്ത് ചെയ്യും? ധാരാളം ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾ വായിച്ചു നോക്കി, ഇൻഡ്യൂസ്ഡ് കറണ്ട്സ് ഉണ്ടോ? എവിടെയാണ്? സർക്കുലേറ്റ് ഇൻസൈഡ് ദ കോർ. അപ്പോൾ എന്ത് ചെയ്യും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്ത് ചെയ്യും? കോറിന്റെ അകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് ധാരാളം ഹീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെങ്ങനെ മിനിമൈസ് ചെയ്യുന്നേ? ലാമിനേറ്റ് ദ കോർ. കോറിനെ എന്ത് ചെയ്യണം? ലാമിനേറ്റ് ചെയ്യണം. തിൻ ഇൻസുലേറ്റഡ് ഷീറ്റ്സ് ഇതിനിടയ്ക്ക് എന്ത് ചെയ്യും? തിൻ ഇൻസുലേറ്റഡ് ഷീറ്റ് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ ഇവയ്ക്കിടയിലാണെങ്കിൽ നോൺ കണ്ടക്ടർ ഇറക്കി വെക്കുക. അപ്പം എന്നിട്ട് ചേർത്ത് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ ഒരിക്കലും കറണ്ട് ഒരു ഭാഗത്ത് വേറെ ഭാഗത്തേക്ക് എന്ത് ചെയ്യത്തില്ല? കടന്നു പോകത്തില്ല. ഇപ്പോൾ എഡി കറണ്ട് ഉണ്ടാവാൻ കാരണം തന്നെ ലാർജ് സർഫസ് ആണ്. ഉയർന്ന സർഫസ് ഉണ്ടെങ്കിൽ, വിശാലമായ സർഫസ് ഉണ്ടെങ്കിൽ കറണ്ട് അതിനകത്ത് എന്ത് ചെയ്യും? കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കറണ്ട് കറങ്ങാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ലാർജ് സർഫസിനെ ഒഴിവാക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് ലാമിനേഷൻ. ഓക്കെ ആണോ? സോ ലാമിനേറ്റ് ചെയ്യണം. അടുത്തയാണ് ഫ്ലെക്സ് ലീക്കേജ്. നോക്കൂ മക്കളെ, നമുക്ക് നോക്കാം എന്താണ് ഫ്ലെക്സ് ലീക്കേജ് നോക്കാം. ഫ്ലെക്സ് ലീക്കേജ് നമുക്കറിയാം, പ്രൈമറി കോയിൽ ആരെ പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യും. ശരിയാണോ? പ്രൈമറി കോയിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അത് എവിടെ എത്തിച്ചേരണം? സെക്കൻഡറി കോയിൽ എത്തിച്ചേരണം. സോ ഇവിടെയാണെങ്കിൽ പ്രൈമറി കോയിലുമുണ്ട്, സെക്കൻഡറി കോയിലുമുണ്ട്. സെക്കൻഡറി കോയിലുമുണ്ട്. ശരിയാണോ? ഇത് പ്രൈമറി കോയിലാണ്, ഇത് സെക്കൻഡറി കോയിലാണ്. സോ ഇവിടെയാണെങ്കിൽ പ്രൈമറി കോയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കടന്നു പോവുകയാണ്. സോഫ്റ്റ് അയണിലൂടെ കടന്നു പോകണം, ഇല്ലയോ? ഇതിലൂടെ കടന്നുപോയി എവിടെ എത്തിച്ചേരണം? സെക്കൻഡറി കോയിൽ എത്തിച്ചേരണം. പക്ഷേ പലപ്പോഴും കുറച്ച് ഫ്ലെക്സുകൾ എന്ത് ചെയ്യും മക്കളെ? ലീക്കായി പോവും, പുറത്തേക്ക് എന്ത് ചെയ്യും? ലീക്കായി പോവും. പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന എല്ലാ ഫ്ലെക്സും എവിടെ വന്ന് ചേരത്തില്ല? സെക്കൻഡറി കോയിലിൽ വന്ന് ചേരുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഡിസൈനിലെ മോശം കൊണ്ടാണെങ്കിൽ, ഇപ്പൊ ഡിസൈനിലെ കുറച്ച് മിസ്റ്റേക്ക് കൊണ്ടാണെങ്കിൽ പ്രൈമറി കോയിൽ ഉണ്ടാക്കുന്ന ഫ്ലെക്സ് പൂർണ്ണമായിട്ട് എവിടെ എത്തിച്ചേരത്തില്ല? സെക്കൻഡറി കോയിൽ പലപ്പോഴും എത്തിച്ചേരത്തില്ല. കുറച്ച് ഫ്ലെക്സ് എന്ത് ചെയ്യും? ലീക്കായി പോകും. ഇത്തരം ലോസിനെ വിളിക്കുന്ന പേരാണ് ഫ്ലെക്സ് ലീക്കേജ് ലോസ് എന്ന് പറയും. സോ ഓക്കെ, എന്താണ് ഫ്ലെക്സ് ലീക്കേജ് ലോസ്? നോട്ട് ഓൾ മാഗ്നറ്റിക് ഫ്ലെക്സ് ഓഫ് ദ പ്രൈമറി ലിങ്ക്സ് വിത്ത് സെക്കൻഡറി. സോ പ്രൈമറി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലെക്സ് എല്ലാം തന്നെ സെക്കൻഡറിയുമായിട്ട് ലിങ്ക് ആവുകയില്ല. അപ്പൊ എന്ത് ചെയ്യും? ഇതെങ്ങനെ റെഡ്യൂസ് ചെയ്യുന്നത്? ഇതെങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ കോർ ഡിസൈൻ. ആ കോറിന്റെ ഡിസൈൻ പ്രോപ്പർ ആണ്. ഡിസൈൻ ഫോൾട്ട് ആണ്. എന്ത് ചെയ്യണം? അത് പ്രോപ്പർ കോർ ഡിസൈൻ ഉണ്ടാക്കുക. അതുപോലെയാണെങ്കിൽ സോഫ്റ്റ് ആണ് ഉപയോഗിക്കുക. അപ്പൊ എല്ലാ മാഗ്നറ്റിക് ഫീൽഡ് ഇതിനകത്തൂടെ കടന്നു പോകാൻ ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെയാണെങ്കിൽ പ്രൈമറി കോയിലിന്റെ മുകളിൽ സെക്കൻഡറി കോയിൽ ചുറ്റിവെക്കും ചിലതിനകത്ത്. അപ്പം വൈൻഡിങ് പ്ലേസ്മെന്റ്, അതായത് എങ്ങനെ വൈൻഡിങ് പ്ലേസ്മെന്റ് ഇതെങ്ങനെയാണ്? പ്രൈമറി കോയിലിന്റെ മുകളിൽ സെക്കൻഡറി കോയിൽ ചുറ്റിവെക്കും. സോ ഇത് ഇങ്ങനെയാണെങ്കിൽ പ്രൈമറി കോയില് ഇതാണ് വിചാരിച്ചു, അതിന്റെ മുകളിൽ ആരെ ചുറ്റിവെക്കും? സെക്കൻഡറി കോയിലിനെയും ഇതിന്റെ മുകളിൽ ചുറ്റിവെക്കും. ഇങ്ങനെ ചുറ്റിവെക്കും. അപ്പം അതിന്റെ ഗുണം എന്താണ്? ഫ്ലെക്സ് ഒരിക്കലും ലീക്കായി പോകത്തില്ല. പ്രൈമറി കോയിൽ ഉണ്ടാകുന്ന ഫ്ലെക്സ് എല്ലാം പുറത്തേക്ക് വരും. അതെല്ലാം ടച്ച് ചെയ്യേണ്ടി വരും. സെക്കൻഡറി കോയിൽ ടച്ച് ചെയ്യേണ്ടി വരും.
സോ അപ്പോൾ അത്തരം രീതിയിലൊക്കെ എന്ത് ചെയ്യാം, ഇപ്പോൾ വൈൻഡിങ് പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൈൻഡിങ് നമ്മൾ എന്ത് ചെയ്യും, നല്ല രീതിയിൽ റീവൈൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ബൗണ്ട് ചെയ്ത്, അപ്പോൾ അതായത് നല്ല രീതിയിൽ നല്ല പാക്കേ ഉണ്ടാക്കും, ഒരിക്കലും ഫ്ലെക്സിന് ലീക്കേജ് ചെയ്ത് പോകാനുള്ള അവസരം കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ഫ്ലെക്സ് ലീക്കേജ് അവോയ്ഡ് ചെയ്യാൻ കഴിയും. സോ നമുക്ക് ഇങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള ലോസുകൾ: കോപ്പർ ലോസ്, ഹിസ്റ്ററിസ് ലോസ്, അതുപോലെ എഡി കറന്റ് ലോസ്, ഫ്ലെക്സ് ലീക്കേജ് ലോസ്. ഈ ലോസസ് എന്താണെന്നും ഇത് പരിഹരിക്കാനുള്ള മാർഗവും നിങ്ങൾക്ക് മനസ്സിലായി കാണും. മക്കളെ, ഇതോടുകൂടിയാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ഒരു വലിയ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൻ്റെ കംപ്ലീറ്റ് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തന്നു. ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഞാൻ പറഞ്ഞു ആപ്പിലാണെങ്കിൽ ഓരോ സെക്ഷനിലും ധാരാളം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് സോർട്ട് വെച്ചിട്ടുണ്ട്. ന്യൂമറിക്കൽ എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ ന്യൂമറിക്കൽ ചെയ്യുന്നത്, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരാം, ഏത് അപ്രോച്ചിൽ നമ്മൾ സമീപിക്കണം, അല്ലേ, എങ്ങനെയാണ് ക്വസ്റ്റ്യനെ സമീപിക്കേണ്ടത്, അപ്പം കംപ്ലീറ്റ് കാര്യങ്ങൾ ആപ്പിലുണ്ട്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതൊക്കെ മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും ആപ്പിലാണെങ്കിൽ കയറിയിട്ട് അത്രയും ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ കയറിയിട്ടാണെങ്കിൽ ടെല്ലാ ക്ലാസ്സസും ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷമാണെങ്കിൽ നിങ്ങളുടെ ആണെങ്കിൽ CBSE Pro, CBSEക്ക് വേണ്ടി മാത്രമാണെങ്കിൽ CBSE Pro ഉണ്ട്. കംപ്ലീറ്റ് ന്യൂമറിക്കലാണ് അവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ന്യൂമറിക്കൽ ചെയ്യാം, എങ്ങനെ ഒരു CBSEക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഒരു കോമ്പറ്റീവ് ലെവലിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അപ്പോൾ ഏത് അപ്രോച്ചിലാണ് നമ്മൾ അതിനെ ഡീൽ ചെയ്യേണ്ടത്, കംപ്ലീറ്റ് NCERTയിലെ ഓരോ കോൺസെപ്റ്റ് എടുത്ത് നമ്മൾ വിശദീകരിച്ചാണെങ്കിൽ ക്ലാസ്സസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ അത് പ്ലീസ് കയറി നോക്കുക. അത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. സോ ഇതിനകത്ത് യാതൊരു ആഡംബരങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ നല്ല രീതിയിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ കോൺസെപ്റ്റുകളാണ് നമുക്ക് അടുത്ത ചാപ്റ്ററിൽ കാണാം. സോ ഹാവ് എ നൈസ് സ്റ്റഡി മക്കളെ. ബൈ.